ഇൻഫോ കേരളി എന്ന ഒരു മാഗസിൻ ആയിരുന്നു. ഞാൻ അതിൽ കോളം എഴുതുന്നുണ്ടായിരുന്നു. എപ്പോഴോ ഒരു സമയത്ത് 2002 എപ്പോഴോ അതിനകത്ത് എൻ്റെ നമ്പർ കൂടെ കൊടുക്കാം, സംശയമുള്ളവർ വിളിക്കട്ടെ എന്ന മട്ടിൽ ഒരു ചെറിയൊരു ഐഡിയ തോന്നി. പിന്നെ ഒരു പാരയായിട്ട് മാറി ആ സമയത്ത്. കാരണം 10-100 കോളുകൾ വരെയൊക്കെ നമ്മുടെ ജോലിക്കിടയ്ക്ക് വന്നു തുടങ്ങി. വെറുതെ വിളിക്കുമായിരിക്കും അല്ലേ? അതായത് വെറുതെ വിളിക്കില്ല, കാരണം വെച്ചാൽ ആൾക്ക് ഗൂഗിൾ സൗകര്യങ്ങളില്ല, വളരെ കോംപ്ലക്സ് ആയ ചോദ്യങ്ങൾ ഉൾപ്പെടെ വന്നു തുടങ്ങി. മനസ്സിലായി. ഒരു തരത്തിൽ ഞാനതൊരു ചലഞ്ചിങ് വർക്കായിട്ട് എടുത്തു. കാരണം നമുക്കറിയാത്ത ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാം, നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റണം. പലരും ധരിച്ചിരുന്നത് ഞാൻ ഈ മാഗസിനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നും ഈ മറുപടി പറയേണ്ടത് എൻ്റെ ഒരു ജോലിയാണെന്ന മട്ടിലാണ് ചിലർ വിളിക്കുക. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആളുകൾ പറയുമ്പോൾ നിങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് മറുപടി പറ, കാരണം ഇത് ഓഫീസ് സമയമല്ലേ എന്ന മട്ടിൽ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ number.com എന്ന പേരിൽ വെബ്സൈറ്റ് തുടങ്ങി. എൻ്റെ ഫോൺ നമ്പർ .com. അപ്പോൾ അതൊരു യുണീക്ക് കൺസെപ്റ്റ് ആയിരുന്നു ആ സമയത്ത്. കുറച്ച് മീഡിയ കവറേജ് ഒക്കെ അതിനകത്ത് വന്നു. അതിനകത്ത് അപ്പോൾ ആ ഒരു കവറേജിൻ്റെ പുറത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അവാർഡ് പ്രോഗ്രാം ഉണ്ട്, MVP എന്നറിയപ്പെടുന്ന അവാർഡ് പ്രോഗ്രാം. അതിൽ നമ്മൾ ടെക് കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ അവരൊരു ഇനീഷ്യൽ അവാർഡ് 2007 സമയത്തൊക്കെ അങ്ങനെ ഒരു അവാർഡ് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിൽ എന്നെ സഹായിച്ച ഘടകങ്ങളൊന്നും.